കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് മലയോര മേഖലയിൽ ഇന്നലെ വലിയ തോതിലുള്ള ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ആ മലവെള്ളപ്പാച്ചിലിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ നീലേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തേജസ്വിനി, കാര്യങ്കോട് ഉൾപ്പെടെയുള്ള പുഴകൾ കരകവിഞ്ഞാണ് അതിൻ്റെ തീരത്തുള്ള ആ പ്രദേശങ്ങളിലെല്ലാം പാലായി, നീലായി, കയ്യൂർ ഉൾപ്പെടെ പോടത്തുരുത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറി. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ തോണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കയ്യൂരിലേക്ക്, നീലേശ്വരത്ത് നിന്ന് കയ്യൂരിലേക്ക് പോകുന്ന ആ പാതയിലാണ്. ആ റോഡും അതിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങൾ, റോഡിൻ്റെ ഓരത്തുള്ള മുഴുവൻ ആ പ്രദേശങ്ങളും ഈ രീതിയിൽ ഈ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണുള്ളത്. നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ യുവാക്കളൊക്കെ തോണി തുഴഞ്ഞു വരുന്നത്. ഇത് പ്രധാനപ്പെട്ടൊരു പാതയിലൂടെയാണ് തുഴഞ്ഞു വരുന്നത്. വീടുകളും, അതായത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വീടുകളും ഈ രീതിയിൽ മുങ്ങിയിട്ടുണ്ട്. ആ കാണുന്നത് ഒരു അംഗൻവാടിയാണ്. അംഗൻവാടി പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ഈ ഇപ്പുറത്തെ വശത്താണെങ്കിൽ വീടുകളിൽ തിരലിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് നമുക്കൊരു പാർട്ടി CPM-ൻ്റെ ഒരു ഓഫീസും വായനശാലയൊക്കെ കാണാം. അതും ഈ വെള്ളം കയറി നിലയിലാണുള്ളത്. ഈ ഭാഗത്ത് നൂറുകണക്കിന് വീടുകളുണ്ട്. അവിടെയെല്ലാം ഈ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതല്ലേ, ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായി തന്നെ വെള്ളം കയറി അല്ലേ? പെട്ടെന്നാണ് 8 മണിക്ക് ശേഷമാണ് വെള്ളം കയറി. 2 മണിക്കൂറിനുള്ളിൽ ഈ നാട് മൊത്തം മുങ്ങി. ഏകദേശം 100ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളാണ് പ്രധാനമായും പാലായി, നീലായി, കയ്യൂര്, കൂക്കോട്ട്, ചാത്തമത്ത്, പൊടത്തുരുത്തി, കാര്യങ്കോട് എന്നീ പ്രദേശങ്ങളാണ് ഈ വെള്ളത്തിനടിയിലായിട്ടുള്ളത്. അതിശക്തമായ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ വെള്ളമാണ് കയറിയിട്ടുള്ളത്. ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ടോ? ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻ കൗൺസിലർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ചേട്ടാ, ഇത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണല്ലേ? 2018-ലോ 19-ലോ അങ്ങനെ ആദ്യം ഇങ്ങനെ ഉണ്ടായത്, അവസാനമായി ഇതുണ്ടായത്? 2018-ലാണ് അവസാനമായി ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. നമ്മളതിൻ്റെ സജ്ജീകരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പാലാത്തടമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ സജ്ജീകരണം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കുറച്ച് ആൾക്കാരെ നമ്മൾ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ സുരക്ഷിതരാണ്? എല്ലാവരും സുരക്ഷിതരാണ്. രാത്രി ഇവിടെ ചെറുപ്പക്കാർ മറ്റും ആരും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ആ രീതിയിലൊരു പ്രവർത്തനമാണ് എല്ലാവരും നടത്തിയത്. നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതാ ഈ തൊട്ടപ്പുറത്തുള്ള വീടുകളിലെല്ലാം ഈ രീതിയിൽ വെള്ളം നിറഞ്ഞ് മുങ്ങിയ നിലയിലാണുള്ളത്. പലരും വീടിൻ്റെ 2ാം നിലയിലൊക്കെ കയറി സുരക്ഷിതമായി നിൽക്കുകയാണ്. നമ്മൾ ഇതിപ്പോൾ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുള്ള വീടുകളെല്ലാം കാണാം. വീടുകൾ, അതോടൊപ്പം തന്നെ വായനശാലകൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം ഈ നിലയിൽ വെള്ളത്തിലാണ് എന്ന് നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം. എന്തായാലും ആൾക്കാരെല്ലാം സുരക്ഷിതരാണ്. എല്ലാവരെയും തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നിലയിലുള്ള അപകടാവസ്ഥ ആ നിലയിൽ ഇല്ല. ഇനിയിപ്പോൾ ഈ വെള്ളം മഴ കുറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും അല്ലേ? കിഴക്കൻ മേഖലയിൽ മഴ കുറഞ്ഞാൽ വെള്ളം ഇറങ്ങും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇറങ്ങുന്നില്ല. പേടിപ്പെടുത്തുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നാണ് സാധാരണഗതിയിലുള്ളത്. പക്ഷേ ഇപ്പോൾ 2 മണിക്കൂറായിട്ടും വലിയൊരു ഇറക്കം കാണുന്നില്ല. എന്തായാലും ഈ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ മാറി നിന്നാൽ മാത്രമേ ഈ വെള്ളം, നിലവിലെ ഈ വെള്ളം ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇറങ്ങൂ എന്നതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകൾ മഴ സാഹചര്യം കൂടി എന്തായിരിക്കും എന്നതാണ് അറിയേണ്ടത്. മഴ കുറഞ്ഞാൽ മാത്രമേ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം ഇറങ്ങുന്ന സാഹചര്യം. എന്തായാലും ആൾക്കാരെയൊക്കെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിരവധി വീടുകളിലാണ് ഈ നിലയിൽ വെള്ളം കയറിയിട്ടുള്ളത്. വീടുകളിൽ മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം, ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കയ്യൂരിലേക്ക് ഉൾപ്പെടെ പോകുന്ന പ്രധാനപ്പെട്ട പാത തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മഴയുടെ ശക്തി കുറയും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരുള്ളത്.